ഇതൊരു ബേസിക് ആയിട്ടുള്ളൊരു ഡൗട്ടും എന്നാൽ എത്ര ഇത് ക്ലിയർ ചെയ്താലും ഓഡിയൻസിനും മനസ്സിലാകാത്ത കാര്യം. ഇപ്പം നമ്മൾ നല്ല നല്ല സൂര്യനുണ്ട്, നല്ല സണ്ണി ഈവനിങ് ടൈമാണ്. ചില സമയത്ത് മേ ബി നല്ല മഴക്കാറായിരിക്കാം അല്ലേ? അപ്പോൾ ആൾക്ക് സംശയം, മഴക്കാറുള്ള സമയത്ത് സോളാർ വർക്ക് ചെയ്യുമോ, അല്ലെങ്കിൽ എങ്ങനെയാണ് സോളാറിൻ്റെ കൺസെപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്താ മഴക്കാറുള്ള സമയത്ത് സോളാറിൻ്റെ പ്രവർത്തനം എങ്ങനെ? ആക്ച്വലി മഴക്കാറ് ഉള്ള സമയത്ത് മഴയത്ത് വർക്ക് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം എപ്പോഴും വരാറുണ്ട്. മഴയത്ത് സോളാർ വർക്ക് ചെയ്യും. കാരണം നമുക്ക് ലൈറ്റ് എനർജി മതി, വെളിച്ചം മതി. ചൂട് വേണ്ട. നമുക്ക് ലൈറ്റ് ആണ് വേണ്ട. അതുകൊണ്ടാണ് ഈ തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ സോളാർ വെച്ചിട്ട് പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അവിടെ ഹീറ്റ് അല്ല വേണ്ടത്, ടെമ്പറേച്ചർ അല്ല വേണ്ടത്, നമുക്ക് വേണ്ടത് ലൈറ്റ് ആണ്. ഈ സോളാർ പാനൽ ലൈറ്റ് എനർജിനെയാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നല്ല മഴക്കാർ, ഇപ്പം ഞാൻ കണ്ടിരിക്കുന്ന ഒരു രീതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നല്ല കാറ് പിടിച്ചടക്കുന്ന നിലയ്ക്ക്, നല്ല കാർമേഘം ഉണ്ടെന്ന നിലയ്ക്ക്, കാർമേഘം ഉള്ള സമയത്ത് ജനറേഷൻ കുറവായിരിക്കും. അതേസമയം മഴ പെയ്തിറങ്ങുന്ന സമയത്ത് പവർ ജനറേഷൻ ഉണ്ടാവും. കാരണം മഴ പെയ്തിറങ്ങിയാണെങ്കിൽ ഇതുപോലെ പൊടി ഉണ്ടാവില്ല. ഇപ്പൊ ഇത് കണ്ടില്ല, ഇത് പൊടി പിടിച്ചിരിക്കുന്നതാണ്. ഇത് പൊടി പിടിച്ചിരിക്കുകയാണ്. ഈ പൊടി നമ്മൾ തട്ടുമ്പോൾ പൊടി പോകണുണ്ടോ? ഈ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ പവർ ജനറേഷൻ കൂടും. പൊടി വരുന്നതനുസരിച്ചിട്ട് ഇത് 5%, 10%, 15% ഒക്കെ ആയിട്ട് കുറയും. നമ്മൾ പൊടി പിടിക്കാതെ നോക്കാന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, മഴ പെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പൊടി അങ്ങ് വാഷ് ഔട്ട് ആവും. അപ്പൊ ആ സമയത്ത് കിട്ടുന്ന നല്ല ലൈറ്റ് എനർജിയിൽ നിന്ന് പവർ ജനറേഷൻ ഉണ്ടാകും. ടെമ്പറേച്ചർ ഒരു ഫാക്ടർ അല്ല. അതായത് ഇപ്പൊ നമ്മുടെ പല ആൾക്കാർക്കും ഒരു സംശയം, മഴ വന്നു ഇനി സോളാറിന്റെ പ്രൊഡക്ഷൻ കുറയും, അങ്ങനെയല്ല. അത് പലരും ചോദിക്കാറുണ്ട്, മഴക്കാലം കഴിയട്ടെ എന്നിട്ട് സോളാർ ചെയ്യാന്ന് പറയും. സോളാർ അതിൽ പ്രസക്തിയില്ല. മഴക്കാലത്ത് നമുക്ക് സോളാർ ചെയ്യാൻ ചെയ്യാം. അതെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നല്ല കാർമേഘം ഉണ്ടെങ്കിൽ ഉണ്ടാവില്ല കേട്ടോ. നല്ല കുത്തി നിൽക്കുന്ന കാർമേഘമൊക്കെ ഉണ്ടാവില്ലേ, ആ സമയത്ത് ഉണ്ടാവില്ല. അതങ്ങ് പെയ്തൊഴുകുമ്പോൾ ഒരു മഴയ്ക്ക് ശേഷം നിങ്ങളുടെ വീട്ടിലെ സോളാറിന്റെ പ്രൊഡക്ഷൻ കൂടുന്ന മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ പൊടി മൊത്തം പോയി ഇത് ക്ലിയർ ആയി നിൽക്കുന്നതുകൊണ്ടാണ് കാര്യം, അല്ലെ? പൊടി ഉണ്ടെങ്കിൽ പ്രൊഡക്ഷൻ കുറയും. അപ്പൊ ഷെഫീക്ക് താങ്ക് യു. ഓരോ പില്ലറായിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം. താങ്ക് യു.